ഗൈസ് നോക്കൂ, അങ്ങനെ ഇന്നാണ് നമ്മുടെ മൈക്കിളിനെ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്കൂളിൽ വിടാം. സത്യമായിട്ടും അവനെ ഇന്ന് തന്നെ നമുക്ക് വിടണം. ഇന്ന് തന്നെ അവൻ മറ്റേ കാർച്ച കൂച്ചൊക്കെ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവന് മനസ്സിലാകുന്നുണ്ട്. അവനോട് രാവിലെ വർത്താനം പറഞ്ഞിട്ടല്ല ഇതിനെ സ്കൂളിലാക്കുന്ന വെച്ചാൽ കുറെ ഇന്ന് രാവിലെ വർത്താനം പറഞ്ഞു. ഗൈസ് നോക്കൂ, അതായത് അങ്ങനെ ഫൈനലി മൈക്കിളിനെ ഇന്ന് നമ്മൾ അങ്ങനെ പ്ലേ സ്കൂളിലേക്ക് വിടാൻ പോവാണ്. ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പ്ലേ സ്കൂളിലേക്ക് പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ബാഗും പിന്നെ അവൻ്റെ സംവിധാനങ്ങളൊക്കെയാണ്. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവൻ്റെ ബാഗ്. ഈ ബാഗിൻ്റെ അകത്ത് സ്നാക്സ് ബോക്സ്, ഇതാണ് സ്നാക്സ് ബോക്സ്. സ്നാക്സ് ബോക്സിനകത്ത് വെച്ചേക്കുന്നത് ഇത് എന്നാ ബോക്സാ? ലഞ്ച് ബോക്സോ? ഇത് ലഞ്ച് ബോക്സ്. ഇത് വാട്ടർ. എടി ലഞ്ചും സ്നാക്സും വാട്ടർ. ഇതെന്നാ? ഇതവന്റെ പുതപ്പ്, ടർക്കി. മറ്റേതാ ഡ്രസ്? എക്സ്ട്രാ ഡ്രസ് എന്തിയെ? ഇന്നല്ല ഇതെടുത്തോളൂല്ലേ? ആക്കേ ആളെത്ര അങ്ങോട്ട് മെരുകിയിട്ടൊന്നുമില്ല. എങ്ങനെയാവുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ചെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നല്ല അനുഗ്രഹം. മമ്മി കാറിൻ്റെ താക്കം എടുക്കണേ. നല്ല സെറ്റപ്പാണ് ഇത്. ഒരു സൂത്രം കാണിച്ചു തരാം. ഓടി വാ. അതായത് ഞങ്ങളുടെ വണ്ടി ഗൈസ് പഞ്ചറായി. ഗൈസ് ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചറായതാണ് സാധനം. ബട്ട് ഞങ്ങളത് ഞങ്ങളുടെ അടുത്ത് മറ്റേ അടിക്കുന്ന മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മളെ ബാധിക്കില്ല. 2 എണ്ണം ഉണ്ട്. ഇത്ര നേരം വരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി. ഇത്ര സമയം എടുക്കും 55 ഇത് കയറാൻ വേണ്ടി. പിന്നെ ഫുൾ ഇറങ്ങിപ്പോയില്ലായിരുന്നോ? ഫുൾ ഇറങ്ങിപ്പോയില്ലായിരുന്നോ? കഴിഞ്ഞു 40 ആയതുള്ളൂ. 50 സംതിങ് ആണ് ഞാൻ വെച്ചാക്കുന്നത്. 40 മതിയോടാ? പെട്ടെന്ന് ഇറങ്ങണേ. നമുക്ക് വഴി കിടക്കാതെ പോണേ. പെട്ടെന്ന് എല്ലാവരും ഇറങ്ങണം. പഞ്ചർ ഷോപ്പ് വരെ പെട്ടെന്ന് ഇറങ്ങണം. എന്നാ വാ. ആള് കാറിലൊന്നും കയറുന്നില്ല. ആളിവിടെ കളിക്കാൻ വേണ്ടി നടക്കുക. ആളിതേ ഇങ്ങോട്ട് പറന്നതാ പോന്നു. ഇതേ അവൻ കളിസ്ഥലത്തോട്ടാ പോകുന്നു. മോനെ സ്കൂളിലേക്കാ പോകണ്ടേ? വാ ഗൈസ്, ഇത് വന്ന് ഇങ്ങൊന്ന് വേറെ സാധനം കാണിച്ചു. അതായത് വേറെ സൂത്രം കാണിച്ചു തരാം. ഇവനെ ഇതിനെ ബേക്കിൽ കൊണ്ട് ഇവൻ്റെ കളിപ്പാട്ടങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എടി അഭിരാമി, ഈ ട്രക്കൊക്കെ എടുക്കണേ. ഇതേ ഇവിടെ ട്രക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേസ് പറയാം. 2 എണ്ണമല്ലോ, നീ അങ്ങനെ എടുത്തില്ല. ഞാൻ മറ്റേ പിടിക്കാം. ഞാൻ തന്നെ എടുക്കാം അല്ലേ? 1 എണ്ണമല്ലേ ഉള്ളൂ. തൽക്കാലം ഞാനിവിടെ മണ്ണൊന്നും ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്തേക്കാം. അതായിരിക്കും നല്ലത്. പോവല്ലേ? പോലെ നോക്കി ഒരു വിധത്തിലെ വണ്ടി കയറ്റുന്നത്. കാശ് ഇവനെ ഇപ്പം പഠിപ്പിക്കുവൊന്നുമില്ല. ഇപ്പം ഇവനെ പഠിപ്പിക്കുവൊന്നുമില്ല. പിന്നെ അവിടെ കൊണ്ട് ഇരുത്തി ഇവനെ മറ്റേ വർത്താനം പറയാൻ വേണ്ടി. ഇവരുടെ പ്രായത്തിലുള്ള പിള്ളേരുണ്ടാവും. അതെ, വർത്താനം പറയാനേ പഠിപ്പിക്കുകയുള്ളൂ. അതെ. എന്തിയെ കയറിയോടി? എന്തിയെ ഫ്രണ്ടി കയറിക്കോ? സമ്മതിക്കുമോ? കയറുന്നുണ്ടോ? ഇല്ല. ആശാൻ ഇങ്ങ് പോരും കേട്ടോ. ആശാൻ കളിക്കുന്നിടത്താ. ആശാന്റെ ചിന്ത മൊത്തം കളിയാ. 1 മണിക്കൂറല്ലേ ഇരുത്തുന്നുള്ളൂ അഭിരാമി? 1 മണിക്കൂറല്ലേ ഇരുത്തുന്നുള്ളൂ? ഓ, ഏകദേശം 1 മണിക്കൂർ എങ്ങാനും കേട്ടോ ചെറുക്കനെ ഇരുത്തുന്നത്. അവിടെ ഇഷ്ടം പോലെ നിന്റെ പ്രായത്തിലുള്ള പിള്ളേർ കാണൂടെ അവിടെ കളിക്കണം. അതാണ് സംഭവം. ഏകദേശം ആശാനും മനസ്സിലായി സ്കൂളിൽ പോവാന്നുള്ളത്. എന്നാലിപ്പി അപ്പം ഇതേ വരുന്നു. ഇത് പോകുന്നോ? ഡെയിലി പോയേ? അഭിരാമി ക്ലാസ്സിൽ പോവാ. അവൻ ക്ലാസ്സൊന്നും പോകുന്നില്ല. എടി അവനൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് ഉണ്ട് വരും. മൈക്കിൾ 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 നോ 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 നോ. അടിപൊളി. അമ്മ ഇതെന്നാ ഭയങ്കര ഒറ്റപ്പാട്. ഗൈസ് ഫൈനലി ഞങ്ങളങ്ങനെ നേരെ അങ്ങനെ മൈക്കിൾ ബേബിനെ സ്കൂളിലാക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ എല്ലാ സർക്കസുകളും ഉണ്ട്. പോകാതിരിക്കണ്ടേ. പിന്നെ ചെറിയ ചെറിയ മൂളിച്ചയും കാർച്ചയൊക്കെ ഇവന് മനസ്സിലാകുന്നുണ്ടെന്ന് മനസ്സിലായി കാര്യങ്ങൾ ഏകദേശം. അപ്പോൾ അവിടെ പോയിട്ട് 1 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്യണം അല്ലേ അഭിരാമി? അങ്ങനെയാടി? 1 മണിക്കൂർ ഇരിക്കണം. നമ്മള് 1 മണിക്കൂർ ടു 8 മണിക്കൂർ 3 ദിവസം വരെ ഇവന്റെ കൂടെ നമ്മൾ ഇരുത്തും. പിന്നെ നമ്മളെ പുറത്ത് നിർത്തും. ഗേറ്റിന്റെ പുറത്ത് നിൽക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഇവനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആ സ്ലൈഡിങ്ങിന്റെ സാധനം മേടിച്ചത് അവിടുന്ന്. നമ്മുടെ ബില്ലുകൾ ഗൈസ് അതായത് കൊച്ചു കുറെ ആൾക്കാർ കുറെ കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ആകുമ്പോ ഓക്കെ. അവിടെ കുറെ പിള്ളേരുണ്ടോ? എന്തോരം പിള്ളേരുണ്ടോ അവിടെ? അവിടെ എനിക്ക് ഒരു 10-15 പിള്ളേരുണ്ട് തോന്നുന്നു. 6 മാസം തൊട്ടുള്ള പിള്ളേരുണ്ട് അവിടെ. എന്തിനാ? അവിടെ 1.5 മാസമാണോ? 1.5 മാസമായിട്ടുള്ള കൊച്ച്. ജോലിയുള്ളവരൊക്കെ ഓക്കെ. അങ്ങനെ തൊട്ടില് എടുക്കുന്ന പിള്ളേരും അങ്ങനെ കുറെ പിള്ളേരുണ്ട്.
കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ നമ്മളെ കട്ടർ റോട്ടിൽ പോയില്ലേ, അവിടുന്ന് കിട്ടിയത് ആണി കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ആണി കയറി. അത് ബേക്ക് ടയർ. നീ പറഞ്ഞു ശരിയാട്ടോ, ഈ ലൈനില്ലേ, ഈ ലൈൻ തീർന്നു കഴിഞ്ഞാൽ ടയർ ഉപയോഗിക്കാൻ പാടില്ല. ഈ നമ്മൾ നിയമം. ചെത്ത് ടയറും ഈ കമ്പനി രജിസ്റ്റർ ടയറില്ലേ, അത് വെച്ചാൽ ഓടിക്കരുത്. ഗൈസ് നമുക്കേ ഈ ആണി എടുത്തിട്ട് ഇതെന്തായാലും അങ്ങോട്ട് ഉള്ളിലേക്കുണ്ടോ, ഈ ആണി എടുത്തിട്ട് മറ്റേ എന്ന സാധനം കുത്തി ഇറക്കണ്ടോ, അതോടെ റെഡി ആവും കേട്ടോ. ഒരുത്തന്നെ ഉള്ളിൽ ഗുസ്തിയാണ്. ഇത് ശരിയാക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. സ്ഥിരം ഇവിടുന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. എന്തായാലും പഞ്ചറൊട്ടിക്കട്ടെ കേട്ടോ. ഗൈസ് എൻ്റെ ടയറിനെ ചേട്ടൻ കുത്തി ഇല്ലാതാക്കി. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്തു നിന്ന് തന്നെ അത് രക്ഷപ്പെട്ട് എങ്ങനെയാണെന്ന് അറിയാവോ, അത് ഈ എഡ്ജിനെ അടിച്ച് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കയറുന്നാണോ സംശയം ഉണ്ട് കേട്ടോ. അല്ലത് അതെല്ലോ ആയോ? അപ്പൊ എന്നെ ഷൂന്ന് സൗണ്ട് വെക്കുന്നേ. പോയിട്ടാ സൗണ്ട് പോയി. പിന്നെ കത്തിക്കണോ? വേണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ തന്നെ വെച്ചാൽ മതി. കട്ട് ചെയ്തോളയോ? ചെക്ക് ചെയ്യാം കമ്പളം എല്ലാം വരുന്നുണ്ടോന്ന്. ഇല്ല 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 ഇല്ല. നമ്മളങ്ങനെ പഞ്ചറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു നേരെ പോവാണ്. നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും സംഭവങ്ങളും ഫ്രണ്ടിലേക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശം കേട്ടോ. മഴക്കാലത്ത് മഴ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സമരത്തിലാട്ടോ. അതെ, അതായത് കഴിഞ്ഞ ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴയാണ്. പെട്ടെന്നുള്ള മഴയായിരിക്കും. ഇപ്പം ഇടിവാളും ഉണ്ട് കേട്ടോ. കഴിച്ച് നോക്കും മമ്മി ആ DDRC ഇതുണ്ടോ, ഇരട്ടിയിലെ DDRCയിലെ ഷുഗറും മറ്റേ കൊളസ്ട്രോൾ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയേക്കാണ്. മൈക്കിൾ അറിഞ്ഞിട്ടില്ല പോയത്. സ്കൂളിൽ പോകും മൈക്കിളിനെ കാണാൻ പറ്റൂല. മൈക്കിള് പെട്ടല്ലോടാ, എന്ത് ചെയ്യൂടാ മൈക്കിൾ? എന്താ ചെയ്യാ? പോവാ വാ, കല്ലൊന്നും കടിക്കണ്ട, ആകെ തീർന്നു പരിപാടി വേളി. സായന്ത്രം പോയി ചെറുക്കൻ്റെ. യെസ് ഗൈസ്, അതേ സമയത്ത് തന്നെ ഞാൻ എറണാകുളത്ത് വിളിച്ചു, പ്രിൻസേട്ടനെ വിളിച്ചു. നമ്മുടെ വണ്ടിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പാസ്പോർട്ട് എടുക്കുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് അതിൻ്റെ ക്ലാമ്പ് സംഭവങ്ങളൊക്കെ. ബട്ട് വൺ മിസ്റ്റേക്ക്. അതെ, അയച്ചു കൊടുക്കണ്ടായിരുന്നു. അയച്ചു കൊടുത്തായിരുന്നു. നാളെ അയച്ചു കൊടുക്കും. നന്നായിരുന്നു. അതെ അതെ. ഇനിയിപ്പോ 2 മണിക്കൂർ ഭക്ഷണം കഴിച്ച് ഓവർ ഫാസ്റ്റിംഗ് ആയി. 9 മണിക്ക് കഴിഞ്ഞു. ഇന്നലെ മമ്മി 7 മണിക്ക് ഭക്ഷണം. അപ്പൊ എന്നാ ഇന്ന് ഇനിയിപ്പോ അവര് സംസാരിച്ച് ബ്ലഡ് എടുത്തു. ഇനി ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ഇവിടുന്ന് എന്തേലുണ്ട് മൈക്കിളിന്റെ സ്കൂളിലേക്ക്? അമ്മല കഴിഞ്ഞിട്ട് ആട്ടോ എബി മറ്റേ ബാറ്ററി കടയില്ലേ, അതിന് സൈഡിൽ കൂടെ. ബേക്കറി കടയുടെ സൈഡിൽ കൂടെ അതിലങ്ങോട്ട് ഉള്ളിലേക്ക് കയറണം. ഗൈസ് ഇത് കണ്ടോ, ഇത് നമ്മുടെ ടൗണിന്റെ സെൻട്രൽ ഭാഗം ഇരിട്ടിയുടെ. ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലം എത്തും. അല്ലേ അഭിരാമി? അഭിരാമി ഇനി രാവിലെ ഇനി എല്ലാ ദിവസവും ഇനി കൊച്ചിനെ കൊണ്ടുവരുന്നേക്ക് ഈ വണ്ടി കൊണ്ടുവരുന്നതാണ് സ്കൂൾ ഫീസിനെക്കാളും നഷ്ടമായിരിക്കും. ചെറിയ കാർ ഒപ്പിക്കാം. ഇവിടുന്നാണ് മൈക്കിളിന്റെ പ്ലേ സ്കൂളിലേക്ക് വേണ്ട വഴി. ഇത് ഹലോ കിഡ്. ഇവിടുന്ന് നേരെ പോയി, ഇവിടുന്ന് ഇങ്ങനെ പോയി. ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ? ഗൈസ് ഇവിടെയാണ് നമ്മൾ മൈക്കിളിനെ അങ്ങനെ ദൈവത്തിനറിയാട്ടെ എന്താവും എന്നുള്ളത്. എടി നമ്മളിവിടെ വിട്ടിട്ട് പോണോ? ആഹാ, ഇതാണോ ഒരു കേസ്? പുറത്തേക്ക് ബ്ലോക്ക്. നമുക്ക് അമ്മയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണ്ടേ? ഓ, ഇതൊരു ഒരു വീട് ഇങ്ങനെ സ്കൂൾ പോലെ ആക്കിയേക്കുവാ. തന്നെ വിട്ടോ 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 വിട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഫൈനലി മൈക്കിൾ അങ്ങനെ ഈ കാണുന്ന സ്കൂളിലാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ABCD ഒക്കെ. ബാ ബാ ബാ, എണീറ്റോ എണീറ്റോ. നിന്നെ പറയിപ്പിക്കൂടാ. എണീറ്റോ എണീറ്റോ എണീറ്റോ. വാ 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 വാ. ബാഗൊക്കെ ഇട്ടോ. ഇവിടെ കുറെ പിള്ളേരുണ്ട്. മുഖത്തൊരു ചിരി വന്നല്ലോ അമ്മ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, തെന്നി വീഴുവേ. കൊച്ചിനെ സ്കൂളിൽ വിടുന്നല്ലോ കേട്ടോ, കളിക്കാൻ വിടുന്ന. മൈക്കിളിന്റെ ബാഗൊക്കെ ഇട്ടു. വാ ഞങ്ങൾ ഇവനെ കണ്ടിരിക്കുന്ന ഇങ്ങനെ അല്ലല്ലോ. നോക്കിയേ, ബാഗൊക്കെ ഇട്ട് പോകുന്ന നോക്കി ആശാൻ. ആശാൻ ബാഗൊക്കെ ഇട്ട് നേരെ സ്കൂളിലേക്ക് പോകാട്ടോ. നാണം. ഹായ് മൈക്കിൾ. ഗൈസ് മൈക്കിളിന് ഭയങ്കര നാണമാണ് കേട്ടോ. മൈക്കിൾ അങ്ങനെ ഫൈനലി സ്കൂളിൽ പോയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അതായത് മൈക്കിളിനെ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് പ്ലേ സ്കൂളിൽ അങ്ങനെ കൊണ്ടുവിട്ടു. അതെ, ഒരു പ്രാവശ്യം അഭിരാമി ഇവിടെ കൊണ്ടുവന്ന് വിട്ടായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും അങ്ങനെ കൊണ്ടുവിട്ടു. ഉള്ളിലേക്ക് നമ്മൾ
കയറുന്നില്ല. കാരണം അവിടെ കുറേ പിള്ളേരുള്ളതാണ്. അപ്പോൾ അവിടെ പ്രൈവസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. അപ്പം കൊച്ചിനെ നമ്മൾ വിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം ഞങ്ങളുടെ വീട്ടിലൊരു അക്വേറിയം വെറുതെ കിടപ്പുണ്ട്. അതിൻ്റെ 2-3 മീനെ മേടിച്ചിടണം. പഴയ രീതിയിലുള്ള സംഭവങ്ങൾ ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി. അവനോടെ കളിക്കാൻ കയറി കേട്ടോ ഗൈസ്. അതായതേ മൈക്കിളിനടുത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു, ഒരു അരമണിക്കൂർ ഇരുന്നു. ഇനിയിപ്പോൾ അവൻ കാണാതെ ഞങ്ങൾ കാണാൻ പോവാണ്. അവനൊരു കുഴപ്പമൊന്നുമില്ല, ആൾ സന്തുഷ്ടവാനാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങാൻ പോവാം കേട്ടോ. അതായിരിക്കും നമ്മുടെ തടിക്ക് നല്ല. അല്ലെങ്കിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ അലമ്പ് തുടങ്ങും. ഫൈനലി ചേർത്ത് എത്ര അടി? ഒരു മാസത്തേക്ക്? ഒരു മാസത്തേക്ക് 5000. അപ്പോൾ ഒരു ആദ്യം 7000 രൂപ. അഡ്മിഷൻ ഫീസ് 2000 മാസം. ഗൈസ് അതാണ് നല്ലത്. അപ്പം ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് 3 ആയമാരുണ്ട് കേട്ടോ. അപ്പം 3 ആയമാരുള്ളതുകൊണ്ടാണ് ഇവിടെ. എന്നെ നിങ്ങൾ ഇവിടെ ആക്കാൻ കാരണം അല്ലേ? അതല്ലേ? അതുകൊണ്ട് ഇവിടെ ആക്കി. ഇവിടെ അത്യാവശ്യം പിള്ളേരുണ്ട്. അവിടെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് ഫോൺ അഡിക്റ്റാ. പേടിച്ചു പോയി ഞാൻ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നൊരു വീഡിയോ എടുത്ത് ഞാൻ ഇത് കണ്ടായിരുന്നു. സെയിം അത്. വീണ്ടും പ്രശ്നമായില്ല. എന്റെ ഫോൺ എന്ത്? ഫൈനലി അമ്മയും അഭിരാമിയും ചായ കുടിച്ചു വന്നു. ഞങ്ങൾ ഓൾറെഡി രാവിലെ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചാണ്. ഞങ്ങൾ ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി, എണ്ണ ഒഴിവാക്കി. ഇത് മൈക്കിളിനുള്ള ഫുഡാ. എന്നാ അടിയത്? പപ്സോ? പിന്നെ ഉച്ചക്കത്തെ അവന്റെ ലഞ്ച്. അത് ഞാൻ നല്ലൊരു കേസ് പറയട്ടെ. നാളെ തൊട്ട് നാളെ നമുക്ക് 8 മണിക്ക് കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് 5 മണിക്ക് കൂട്ടിക്കൊണ്ട് നാളെ പോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഉണ്ട്, എന്നോട് പറഞ്ഞു രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. എന്നാലേ ശരിയാവുള്ളൂ. അതെ അതെ. ഫൈനലി മീൻ കടയിലെത്തി. ഇതിലേതാ? സെയിമാ? നമ്മുടെ അക്കൂരത്തിന് ആകെ ഉണ്ടായിരുന്ന ടോപ്പില്ലായ്മയായിരുന്നു. ആ ടോപ്പ് മേടിച്ചു. പിന്നെ അതുകൂടെ കുറച്ച് മീനും കൂടെ മേടിക്കണം. അപ്പോൾ ഏകദേശം പരിപാടി. പിന്നെ മോട്ടറില്ല അല്ലേ? മോട്ടറും ഇല്ല, ലൈറ്റും ഇല്ല. ലൈറ്റെല്ലാം അടിച്ചു. മീനില്ല, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മീനെല്ലാം പോയി. കാണുന്നൊരു 4 എണ്ണം. ഏഞ്ചൽ ഫിഷ് ഇല്ല ആണോ? പിന്നെ ഇതേപോലത്തെ ഒരു 2 ഗോൾഡൻ ഫിഷും. ചെമ്മീൻ കണ്ടോ? ചെമ്മീൻ ഇതിനെ വളർത്താൻ പറ്റില്ല, സിംഗിൾ ആയിട്ട് വളർത്താൻ പറ്റുള്ളൂ. ചേട്ടാ ഇല്ല, എല്ലാത്തിനും കൊടുത്തിടാൻ പറ്റത്തില്ലല്ലോ. ഇട്ട് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതോ? ഇതിനെയോ? അടിച്ചോളയോ? ഇതിനെത്ര ഏട്ടാ ജോഡിക്ക്? കറുപ്പിന്? ഈ കറുപ്പിന് എത്ര ജോഡിക്ക്? ഓ മൈ ഗോഡ്, അത് മറ്റേ വലിയ പൈസയുടെ സാധനം കേട്ടാ. അത് ഞാൻ എന്നൊക്കെ മീൻ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ, ഞാൻ വീട്ടിൽ നിന്ന് പോയി 1 മാസം കഴിയുമ്പോൾ മീൻ തീരുമാനവും. അപ്പൻ്റെ വഴിക്കും പോവും, എല്ലാവരും അവരുടെ വഴിക്ക് പോവും. നമ്മളെ ഇതേപോലത്തെ ലവ് ബേഡ്സ് അങ്ങനെ സാധനം. ഇതിനൊക്കെ സിംഗിളാണ് ചേട്ടാ. ചേട്ടാ ഇതൊക്കെ സിംഗിൾ വളർത്തുന്ന? ഇതിനൊക്കെ എന്നാ വില? 2 എണ്ണം അല്ലേ? 2 എണ്ണം. ചെറിയ മീൻ മതി അവന്. അങ്ങനെ അക്വേറിയം മറ്റേ വൃത്തികേടാവൂല. അതല്ല അത് തന്നെ സോറി. അത് തന്നെ. ഗൈസ് മീൻ മേടിച്ചാൽ മാത്രം പോരെ, ഓക്സിജൻ അടിക്കണം കേട്ടോ. അല്ലെ മീനിൻ്റെ കാര്യം തീരുമാനം അവിടെ എത്തുമ്പോഴത്തേക്കും. ഇങ്ങനെ ഓക്സിജൻ അടിക്കും. എത്ര മേടിച്ചു? എത്ര മതി? കുറച്ച് മതി. അത് 4 കാണിച്ചേ. ഇതുപോലെ മതി അല്ലേ? 4 ജോഡി ഇതും പിന്നെ ബാക്കിയുള്ള ഇത്. പച്ച ഒരു 2 എണ്ണം കൂടി ഇട്ടാക്കാവോ? ഈ പച്ചയും ചുവപ്പും. അല്ല പപ്പ എവിടെയാ? കൊറിയത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യക്കേട് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഇല്ലാത്തതായിരുന്നു. ഇപ്പൊ ടോപ്പായി. ചേട്ടാ ലൈറ്റ് അതിനുള്ള ടോപ്പ് ലൈറ്റ് വരുമോ? ആ ലൈറ്റ് കറക്റ്റാ? ഇത്തലാണോ വെക്കുക അല്ലെങ്കിൽ അക്വാറിയത്തിൽ പ്ലഗ് ചെയ്ത് വെക്കണോ? അതെങ്ങനെ വെക്കുക? അങ്ങനെ ആണോ? ഫൈനലി അഭിരാമി ചൈന പ്രദർശനം കൊണ്ട് വരുന്നുണ്ട്. ചൈന പ്രാസോ കാണിച്ചത്? തല്ലുകൊള്ളണ്ടായിരുന്നു കേട്ടോ ഈ കടയിലെ ചേട്ടൻ. ചൈന പ്രാസോ. ചൈന പ്രാസം സാധനം. ഇത് ഡാബറിന്റെയാ. ഞാൻ വിചാരിച്ചത് അങ്ങാടിയിൽ ഉണ്ടാക്കുന്ന. ഓ സാബു നീ മുതലാക്കുവാ. ഗൈസ് ഫൈനലി ഞങ്ങൾ പോവുകയാണ്. ദേ മമ്മിക്ക് ക്ഷീണം മാറുന്നുണ്ടെന്ന് പറഞ്ഞത് കഴിച്ചിട്ട്, അതുകൊണ്ടാണ് മേടിച്ചത്. നേരെ പോവാണ്. നേരെ ഇനി പോയിട്ട് മൈക്കിളിനെ കൂട്ടണം. അതിന്റെ അവിടെ മൈക്കിളിനെ കൂട്ടിയിട്ടാണോ ടെസ്റ്റിന് പോകുന്നത്, അല്ലെ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണോ? എന്നിട്ട് അങ്ങനെ നാളെ തൊട്ട് ഇനി രാവിലെ തൊട്ട് വരണം. നാളെ രാവിലെ വിട്ടിട്ട് വൈകിട്ട് 5:30 കൂട്ടിക്കൊണ്ട് വന്നാൽ മതി.
ഇല്ല 5 അഭിരാമി എന്നാലും അവൻ പഠിക്കുള്ളൂ. ഇവന് ABCD ഒക്കെ പഠിപ്പിക്കുന്ന പറഞ്ഞത്. ലിബിനാട്ടോ ഇന്ന് മൈക്കിളിനെ കൂട്ടാൻ വേണ്ടി പോകുന്നത്. അഭിരാമി പോകണ്ട, എന്താ എക്സ്പ്രഷൻ എന്നുള്ള അറിയാലോ. ലിബിൻ പോയി മൈക്കിളിനെ കൂട്ടിയിട്ട് വരട്ടെ. ആ അഭിരാമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് എത്ര മണിക്കൂർ കിട്ടു? നാളെ മുതൽ രാവിലെ കൊണ്ടുവിടുക. എന്ത് അതാ അവൻ്റെ ചെരുപ്പാണ്. ലിബിൻ എടുത്തോണ്ട് വരുവാ. നീ ലിബിൻ തുറന്നോളും. കൈ തന്നെ അത് എടുത്തോണ്ട് വരുവടി അവൻ. തന്നെ എന്ത് ബാഗൊക്കെ ഇട്ട് കുട്ടി ബാഗൊക്കെ ഇട്ട് എന്തിയെ പോട്ടെ ചേച്ചി. എന്തിയെ അവൻ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാടാ ലിബിനെ കയ്യില ഇവരല്ലേ ചെരുപ്പാ? ആ തുറന്നോ. ഉണ്ണിയപ്പോ എന്നാ പിടിക്കണേ. ഇവനല്ലേ ചെരുപ്പാ? ഇത് അങ്ങോട്ടാടി നോക്കുന്ന കൂട്ടുകാരൊക്കെ കിട്ടി. ഉണ്ണിയപ്പാണ് വായില്. വെള്ളം എല്ലാം കൊടുക്കണേ. ലിബിനെ വെള്ളം കൊടുക്ക. കൊച്ചു പോകാതിരിക്കാൻ പിള്ളേരെ ഇടയിൽ കയറി വിളിച്ചിരിക്കുവായിരുന്നു. എന്നിട്ടോ അവരോട് നിന്ന് വരാൻ താല്പര്യമില്ല. യെസ് ഗൈസ്, ഫൈനലി ഞങ്ങൾ അങ്ങനെ നേരെ പോവുകയാണ് വീട്ടിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് മമ്മിക്ക് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, ഫുഡ് കഴിച്ചിട്ടുള്ളത്. ആ ടെസ്റ്റും കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ് രാവിലെ എണീറ്റ്, മമ്മി രാവിലെ എണീറ്റായിരുന്നോ? ഗൈസ് ഫൈനലി ഞങ്ങൾ പോവാണ്. മൈക്കിൾ ബേബി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? ആരോടും ഒരു കോളില്ല, ഒരു ഇതും ഇല്ല കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ ഉറങ്ങിപ്പോയി കേട്ടോ. സംഭവം ആശാൻ വണ്ടിയെ കയറിയ പാടെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ആശാൻ എപ്പോഴാണ് എണീക്കുന്നത് ആശാന് മാത്രമേ അറിയത്തുള്ളൂ. അതായത് അഭിരാമി സാധനങ്ങൾ ഓരോന്നായിട്ട് ഓരോന്നെടുക്കുകയാണ്. പക്ഷെ നമ്മുടെ സാധനങ്ങൾ ആരെടുക്കും? ഏത് സാധനം? നമ്മുടെ മീനും മറ്റേ സാധനം കിടക്കുമല്ലേ. ഗൈസ് എല്ലാവരും അവരവരുടെ സാധനങ്ങളായിട്ട് പോയി. പാവം ഞങ്ങൾ മാത്രമേ പെട്ടുപോയി. ഞങ്ങളുടെ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഫിഷ് എവിനെ എങ്ങനെ ഫിഷ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് തുറക്കാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ ഉള്ളത്തെ ഡോറ് തുറക്കുന്നു. എടാ മീനൊക്കെ എവിടെയാണ് വെച്ചേ? നിന്നെ അടുത്ത് വെച്ചാൽ ഞാനല്ല, അഭിരാമിക്കാണ് ഞാൻ കൊടുത്തേ. എൻ്റെ അമ്മോ ഗൈസ് കുറേ ആയേ. എൻ്റെ അക്വേറിയങ്ങളെല്ലാം അനാഥ പ്രേതങ്ങളെ പോലെ ഇവിടെ കിടക്കുന്നു. എടാ മീൻ എന്തിയേ? ഒന്ന് ഇതെന്തായിരുന്നു? എടാ മീൻ എന്തിയടാ? ചോദിക്കട്ടെ മീൻ എന്തിയ? മീൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. എന്നാ നിങ്ങോണ്ടോ ഇത് ശ്രദ്ധിച്ച് പിടിക്കണം കേട്ടോ. ഇത് വെറും പശയാ. അല്ലാതെ മീൻ കറി വെക്കും. എടാ ഇത് ശ്രദ്ധിച്ച് പിടിക്കണോടാ ലിവിനെ. നീ ശ്രദ്ധിച്ച് പിടിച്ചു വാ. അയ്യോ ഗൈസ്, മോട്ടോർ സാധനങ്ങളൊക്കെ അവിടെയാ. ഒരു പ്രത്യേക സന്തോഷമാണ്. പണ്ട് മുതലേ ഉള്ളൊരു പ്രാന്താണ് ഈ മീന്, അക്വേറിയം, വണ്ടി. ഇത് സന്തോഷം കണ്ടോ? ഇത് പിടിക്കാൻ നേരത്ത് ഒരു സന്തോഷം. അക്വേറിയം, വണ്ടി, പിന്നെ അതേപോലെ തന്നെ സ്പീക്കർ, പിന്നെ പൂച്ച വളർത്ത്, ലവേഴ്സ് വളർത്ത്. ആദ്യം മീൻ വളർത്ത് എല്ലാവരും തുടങ്ങും ഗപ്പിയില്ല. അതെ അല്ലേ? അതെ അതെ. ഗപ്പി എത്ര കുഞ്ഞുങ്ങളുണ്ടാവും? എത്ര നാളുകൂടി ഈ സാധനം മേടിക്കുന്നത്? കുറേ നാൾ. നമ്മൾ ഈ പോയപ്പോൾ തന്നെ എല്ലാം മീൻ ചത്തുപോയി. യെസ് ഗൈസ്, നോക്കൂ ഫൈനലി നമ്മൾ നേരെ ഈ സാധനമായിട്ട് നമ്മുടെ അക്വേറിയം ലെവലാക്കാൻ പോവാണ്. ഒരേ ഒരു മീനോ 2 മീനുകാനുള്ളൂ. ഇതിൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാ സാധനവും നമ്മൾ നഷ്ടപ്പെട്ടു. ഇതുണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ ഇനി. ലിവിനെ സംസാരിക്കും കേട്ടോ ഇതുപോലെ. എടാ എനിക്ക് തോന്നുന്നു അക്വേറിയത്തിൽ ഈ ഫിൽറ്റർ നല്ലതാന്ന് തോന്നുന്നു കേട്ടോ. ഫിൽറ്റർ നല്ല വർക്ക് ചെയ്യും. അക്വേറിയം ഇപ്പം നമ്മുടെ ഷട്ടിൽ ബാറ്റിൻ്റെ ഇതാണ്. അത്യാവശ്യം കല്ലൊക്കെ ഉണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി മൊത്തം ഒന്ന് എടുക്കണം. ഇത് വർക്ക് ചെയ്യുമെന്നൊക്കെ നോക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി. ആദ്യം പുറത്തു കൊണ്ട് എല്ലാം ഇതേ മീനും. ഇത് പഴയ മോട്ടർ ഗൈസ്, ഇത് പഴയ മോട്ടർ. ഇനി നമുക്ക് വേണ്ടത് ഇത് കണ്ടോ ഇവിടെ, ഇത് പുതിയ മോട്ടർ. പിന്നെ അതേപോലെ തന്നെ മീൻ ചത്തിട്ടൊന്നുമില്ലോ, ഇല്ല. പിന്നെ മീൻ തീറ്റ ഉണ്ട്. ആദ്യം കയ്യിലെ വള ഉരട്ടെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ സാധനങ്ങളും ഇതിൽ ഇടിച്ചിടിച്ചിടിച്ച് വളയൊക്കെ ഇടിച്ചിടിച്ച് അത് പൊട്ടും. പിന്നെ ഇത് കഴുകിയെടുക്കാടാ. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ അതിരാൻ വേണ്ടി. എവിടെയൊക്കെ ഇവിടെ തന്നെ വെക്കാം അല്ലേ? ആ കവർ അതാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടു കേട്ടോ. ഈ കവറുണ്ടല്ലോ നമ്മൾ ഈ മേടിച്ച കവറ്, ഇതെന്തോ സാധാ ഷീറ്റാടാ. അങ്ങനെ വലിയ കട്ടിയുള്ള ഷീറ്റൊന്നുമില്ല. റാംബോടയിൽ ഒറ്റ മാന്തിനേ ഉള്ളൂ. രണ്ടാമത് പിന്നെ ഒരു മാന്തുണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഇത് പൊട്ടും. യെസ്. ഗൈസ് ഈ സാധനം അങ്ങോട്ട് നേരെ അങ്ങോട്ട് എടുത്ത്
അതിലേക്ക് വെക്കുക. ഇതണ്ട, ഇതാണോ നോക്കട്ടെ ആദ്യം. ഇത് ബേക്കാം, ഇത് ഫ്രണ്ടും. ഇതിന് എത്ര രൂപ? 600 രൂപ. 600 രൂപ ഇത്രേ ഉള്ളൂ കേട്ടോ. വീബോർഡ് പോലത്തെ എന്തൊരു സാധനമാണ്. ഒരു പശ ഒട്ടിച്ചെടുത്ത ഓക്കെ കറക്റ്റാ, സെയിം സാധനം. എങ്ങനെയുണ്ട് മണ്ടവും സാധനം ലുക്ക് ആയിട്ടാ. ഇത്ര നാൾ ഇതില്ലാത്തതുകൊണ്ട് ഒരു ലുക്ക് കുറവുണ്ടായിരുന്നു. ഇപ്പം കൂടെ സാധനത്തിന് നീളം വെച്ചോലേ ഇല്ലേ? ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റപ്പായിട്ട് 2 മീനായിട്ട് അവിടെ ഒരു അക്വേറിയം ഉണ്ട്, ചെറിയ അക്വേറിയം. അപ്പോൾ അതിൻ്റെ അതും കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റപ്പ് ചെയ്യട്ടെ. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇതിനകത്ത് എത്ര മീനുണ്ട്? ഇതിനകത്ത് എന്തോ ഉണ്ടോ? ഇല്ലേ, ഇനി ഞാൻ മീനെ കണ്ടാണല്ലോ. കുറേ സാധനങ്ങളിവിടെ ഉണ്ട്. ബട്ട് ഒരെണ്ണത്തിനും വാലും തലയൊന്നുമില്ല. ഒരെണ്ണം വെച്ചാൽ മതിയായിരുന്നു. ഈ സാധനങ്ങളൊക്കെ എവിടെ പോയോ എന്തോ. ഇതിൻ്റെ കല്ലൊക്കെ എവിടെ പോയി? നല്ല സാധനങ്ങളാണ്. ഇതൊക്കെ പണ്ട് മേടിച്ച കേട്ടോ. 600 രൂപ 700 രൂപ അത്രയൊക്കെ വരും. ഇത് ഒരെണ്ണം വെച്ചാൽ മതിയായിരുന്നു ഒരു മൂലയ്ക്ക്. കാരണം ചിലതിനൊക്കെ ഒളിക്കാൻ വേണ്ടി ട്രെൻഡ്. ഇപ്പം യഥാർത്ഥ പ്ലാന്റ് കിട്ടും. അതാണ് ഇത് ആർട്ടിഫിഷ്യലായിട്ട്. ഇവിടെ കുറേ സാധനം, അതിന് മോട്ടർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. മോട്ടറൊക്കെ കാണാതെ പോയി. എടി, എൻ്റെ മരം മുറിക്കുന്ന മെഷീനൊക്കെ എന്തിയടി? ഗൈസ്, ഈ സംഭവേ കഴുകണം. കഴുകാതെ പണി നടക്കൂല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകണം. ഇത് എക്സോയി കഴുകാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ ഗൈസ്. അതായത് ഇത് കഴുകണമെങ്കിൽ നമുക്ക് ടാപ്പ് വേണം, അല്ല പിന്നെ അങ്ങേ മൂലയ്ക്ക് കൊണ്ടുവരണം. അത് നല്ല ഈ തണലത്ത് നിന്ന് ചെയ്യുന്നു. ഇതിനൊരു കണക്ടറും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്നല്ലേ പിന്നെ വാ വാ, ഇവിടുന്ന് വലിക്കാനാ? ഇവിടെ ചെയ്യാം. നീ വലിച്ച് നീട്ടിയാൽ മതി. അല്ല, നമുക്ക് ആ പൈപ്പിൽ നിന്നല്ലേ എടുക്കണ്ടേ? ഇത് തന്നെ എന്നിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാനും ഉപയോഗിക്കണം. അല്ല, ഞാൻ കേസ് വയ്ക്കട്ടെ. ഇത് നമുക്ക് അതിൻ്റെ അകത്ത് എടുത്താലോ? അതിൻ്റെ അകത്ത് അവിടെ ഇതല്ലേ? അല്ല, കണക്ടർ ഞാൻ തരാം. അല്ല, ഇത് ഇവിടെ നിന്ന് എടുത്താൽ പോരെ. ഈ വെള്ളത്തിന് പവറും വേസ്റ്റ്. വേസ്റ്റ് വെള്ളം വേസ്റ്റാണ്. ഇതാകുമ്പോൾ കണക്ഷൻ ഇല്ലാതെ കിട്ടണേ. അല്ല, ജോയിൻ്റ് ഇല്ല, അല്ല ഇതില്ലാതെ കിട്ടണേ. പിന്നെ കട്ടായി പോവല്ലേ, മീൻസ് ഇതായി പോവല്ലോ, മിക്സായി പോവല്ലോ കേട്ടോ. കണക്ട് ചെയ്യല്ലേ ഗൈസ്? അതായത് നമ്മൾ നമ്മുടെ അക്വേറിയം പുറത്തിറക്കി. ഇവരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി. കാരണം വാക്മാൻ്റെ കാലത്തെ സാധനമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തുരുമ്പൊക്കെ ഉണ്ട് അല്ലേ? വലിയ വാക്മാനൊന്നും 2023 മേടിച്ച സ്റ്റാൻഡാണ്. പക്ഷേ അത്യാവശ്യം എൻ്റെ ട്രൗസർ ജിയോ പൈപ്പ് ഹോളുള്ള ജിയോ പൈപ്പാണ്, നല്ല ജിയോ പൈപ്പ് അല്ല. അതിനാ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനം ഇതാ സൂക്ഷിച്ച് വേണമെന്ന് പറയുന്നത്. പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഉള്ളിൽ കട്ടിയില്ലാത്ത അല്ലേ? ഈ തള്ളത്തങ്ങ് വെച്ചേക്കാം. ബേസിനെടുത്തു. ഈ കല്ലെല്ലാം എന്തായാലും കഴുകിയെടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ തന്നെ സർപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താടാ ഒരു ചാട്ടം? കല്ലെടുക്കണോ? കല്ലെല്ലാം മാറ്റി എടുക്കണം. കല്ലിടാൻ നേരത്ത് പിന്നെ കഴുകണം. ഇത് മൊത്തം ചെളിയായിരിക്കും. അല്ല, പൊട്ടൂല. അത് ശ്രദ്ധിച്ച് ഇതിൻ്റെ അത് ഇട്ടാൽ വെള്ളം അടിച്ചു വാരി എടുക്കാം, എന്നിട്ട് പെട്ടെന്നാവും. എടുത്തിട്ട് വെക്കാം. അടിച്ചുവാരി സംഘടിപ്പിച്ചിട്ടാണ് സന്തോഷം. ഇവിടെ ഇപ്പോൾ എനിക്ക് പച്ച ഒരു സാധനം തന്നെ അതിൽ തൂക്കാൻ വേണ്ടി. അതവിടെ പോയി. അടിച്ചുവാരി വേണ്ട. ഇതാ അതിനാ അവിടെ വരെ പോകണ്ടേ? അല്ല, സാധനം ചെളിയല്ലേ, പൊട്ടല്ലേ? ശ്രദ്ധിക്കണം. അതും കൈ വാരുന്നതും കറക്റ്റാടാ. കഴിച്ച് ഇത് കണ്ടോ? ഈ കല്ല് മൊത്തം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അതിന് മുന്നായിട്ട് ഈ കാണുന്ന വെള്ളം ഓൺ ചെയ്യണം. ഓണാക്കൂ, തുറക്കട്ടെ. അതിന് മുന്നായിട്ട് ഈ സാധനം ഇറക്കണം കേട്ടോ. ലിബിൻ പറഞ്ഞ പോലെ ഇറക്കി കഴിയുന്നതായിരിക്കും ബുദ്ധി. എടാ, ഇറക്കി കഴിയുന്നതായിരിക്കും ബുദ്ധി. പോവില്ല വെള്ളം. അവിടെ ഒരു മടക്കുണ്ടല്ലോ ചെറിയ. വെയിറ്റ് വന്നു. ഇത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മീനൊക്കെ വെട്ടിയിട്ടേ കഴുകുന്ന പോലെ കിട്ടുന്നു. നോക്കിയാൽ കളറായി വരുന്നു. നോക്കടാ, നമുക്ക് ഇവിടെ വെള്ളം നിറച്ച് വെക്കാം. അക്കോരം കഴിയുമ്പോഴത്തേന് ഇത് സാധനം അടിയിലോട്ട് ഇതാവും. എന്നിട്ട് കഴുകിയെടുക്കാം അല്ലേ? നല്ല നല്ലൊന്ന് ഇളക്കി വെക്കാം. ആയില്ല, നോക്കി ഇതിൻ്റെ അകത്തൊക്കെ ചെളി നോക്കിയേ. ഇത് പൊക്കാതെ പോകില്ല. ഇതൊരു 3-4 മാസം ആയതാ കേട്ടോ. എന്തായാലും 4-5 മാസമായി. 3-4 മാസം ആയിട്ടില്ല. നമുക്ക് 2 മാസമായി. നമ്മൾ വരുമ്പോൾ ഇത് കളഞ്ഞായിരുന്നു. നമ്മൾ വരുമ്പോഴേ ഇത് കളഞ്ഞായിരുന്നു. ഇത് നമ്മുടെ ഡൗട്ട്, ഇതിൻ്റെ സോപ്പ് ഇടാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? ആരാ വിളിച്ചു ചോദിക്കുക? പറ്റുമോ സക്കീർ ഭായി? ഞാൻ മറ്റേ മീൻ കച്ചവടം നടത്തുന്ന അവരോട് ചോദിച്ചു നോക്കി. ഇത് ഭയങ്കര രീതിയിൽ ഇത് കറ പിടിച്ചു കേട്ടോ. ക്ലാസ്സിൽ ഇങ്ങനെ കറ പിടിക്കൂടാ. ഹാർപ്പിക്കിട്ടൊരു അടി അടിച്ചാ. ഇത് പെയിന്റ് അല്ലത്, പെയിന്റാ. എന്നാ പെയിന്റ്? വീടിന് എന്ത് പെയിന്റ് അടിച്ചപ്പോൾ കണ്ട് പെയിന്റ് ആയോ? അല്ലല്ല, ഇവിടെയൊക്കെ അങ്ങനെ വെളി മാത്രമാണ് ഇച്ചിരി. ഇല്ലെന്ന്. അല്ല, അഭിരാമയോട് ഗ്ലാസ് ക്ലീനർ മേടിച്ചിട്ട് വരാൻ പറയാലോ. ഞാൻ വേണ്ട, ഇച്ചിരി പൂച്ച. മീൻ ചത്തവും വേറെ വെക്കും. മീൻ ചത്തവും ഒരു കുഴപ്പമില്ല.
അയ്യോ അവന് കിട്ടൂല ഇവനെ. ഞാൻ പറയുന്ന പോലെ വലിയ കറി കേട്ടോ, വലിയ കറി ഉൾക്കറിയാന്ന്. ഫൈനലി നമ്മുടെ അക്വേറിയം സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. ഇനി കല്ലിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം അല്ലേ പിന്നെ? ആ ഉള്ളിലോട്ട് എടുത്തേക്കാം. ആ സോപ്പ് ഒന്നും കൂടെ പോട്ടെ. ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ അക്വേറിയം ഇവിടെ കയറ്റി നമ്മൾ ഓരോ സംഭവങ്ങൾ ഇനിയിപ്പോൾ ചെയ്യട്ടെ. അതായത് ഒന്നാമത്തെ കാര്യം നീ മീനെ കേട്ടോ, മീനല്ല ട്യൂബ് ലൈറ്റ് വെക്കലാണ് മെയിൻ പരിപാടി. ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ആദ്യം ഒരു ചെറിയ മോട്ടറുണ്ട്, അത് വെക്കാം. വലിയ മോട്ടർ അത്ര എനിക്ക് വിശ്വാസം പോരാ. ഇതിൻ്റെ കൂടുതൽ കിട്ടി. ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ കണക്ടറുകളുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് പോയിട്ട് ഇതെടുത്താലോ, എന്നാ സാധനം എടുത്താലോ? പോടാ, പുഴയിൽ ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇപ്പോൾ ആരും മറ്റേ പുൽക്കൂട് ഉണ്ടാക്കാൻ പോലും ഒരു സാധനം എടുക്കാറില്ലല്ലോ. അത് പുല്ലെടുക്കാൻ പറ്റൂല. കൈസ് ഇത് കണ്ടോ, ഇതാണ് സാധനം. ഇതൊന്ന് ആരെങ്ങനെ എടുക്കുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്നില്ല. മറക്കില്ലി പിന്നെ പുഴയിൽ നിന്ന് കല്ലെടുക്കലെന്ന് പറഞ്ഞ നിയമം ഉണ്ടായില്ലേ? നമ്മളെ പോലെ ഉള്ളവർ ഒരു കല്ല് 2 കല്ല് ഉദ്ദേശമല്ല. ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ പുഴയിൽ നിന്ന് വഴുത് കെഷത്തിൻ്റെ അകത്തോട്ട് ലോഡ് അടിക്കും. അങ്ങനെയാണ് ആ നിയമം ഇറങ്ങിയത്. ഗൈസ് ഫൈനലി നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു. ഓരോരോ സാധനങ്ങൾ ഒരു വലിയ മോട്ടർ എൻ്റെ അടുത്തുണ്ട്, അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ദേ ഇതിൻ്റെ കണക്ഷൻ എല്ലാം വെള്ളം വേണം, അതാണ് മെയിൻ സംഭവം. ഇതിനും വെള്ളം വേണം. ഒഴിക്കാം. ഇവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇവിടെ ആ ഓക്കെ. ശരിവാ കേട്ടോ, ശരിവാ അല്ലേ? ശരി കറക്റ്റ്. ഇതുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. ഗൈസ് ഫൈനലി അടുത്ത സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഓൾറെഡി നമ്മുടെ അടുത്ത് വലിയൊരു മോട്ടറുണ്ട്. ബട്ട് മീനിട്ടാലോ? അവിടെ ഒരു ചെറിയ അബദ്ധം പറ്റി. ഇനിയിപ്പോൾ ആ വണ്ടി വരണം. എന്നാ നിനക്ക് മനസ്സിലായോ? പുതിയ മോട്ടർ ആയിരിക്കും. അല്ല, ഇതിന് ലെങ്ത് കുറയും പൈപ്പിന്. ഗൈസ് ഇതെന്ത് സന്തോഷമുള്ള കാര്യമാണെന്നറിയാം ഈ പരിപാടി. നമുക്ക് ഈ അക്വേറിയം എന്ന് പറഞ്ഞാൽ ഇത് കൊറോണയ്ക്ക് മുന്നേ ഭയങ്കര ഒരു ബിസിനസ് ആയിരുന്നു. അതെ, കൊറോണ കഴിഞ്ഞിട്ട് പാളീസായിപ്പോയി ഈ സാധനമല്ലേ. ഇത് എനിക്ക് അത് ഇതാക്കണ്ട, വെള്ളത്തോടുള്ള സാധനം പൊട്ടും, ടാങ്ക് പൊട്ടും. വെള്ളം പോരെ, വെള്ളം പോരെ. നമുക്ക് നമ്മുടെ കൊച്ചിനെ മാത്രമേ പേടിയുള്ളൂ കേട്ടോ, വേറൊന്നും. ഈ മോട്ടറിൻ്റെ പകുതി പോലും വെള്ളം എത്തിയിട്ടില്ല. ഗൈസ് സംഭവം ഓരോന്നോരോന്നൊരു ചെയ്യട്ടെ കേട്ടോ. ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഗൈസ് അതായത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു, കല്ല് നിറച്ചു, മോട്ടർ ഫിറ്റ് ചെയ്തു, ലൈറ്റ് ഫിറ്റ് ചെയ്തു, ഇതിന് ടോപ്പും ഇറക്കി വെച്ച് മീനെ ഇറക്കി വിട്ടാൽ മാത്രം മതി. അവസാനത്തെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലിംഗ് ആണ് ഈ മീനെ ഇതിലേക്ക് ഇറക്കി വിടുന്നൊരു ഫീലിംഗ്. അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി ഏകദേശം നമ്മുടെ കഴിഞ്ഞു അല്ലേടാ ലിബിനെ? അതെ ഇവനെ, മീനെ ഇറക്കി വിട്ടാൽ മീനെ തുള്ളിച്ചാടുന്ന സന്തോഷം. ഇത് കൂടുതൽ നമ്മൾ മീൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളോട് ആത്മാർത്ഥമായിട്ട് അങ്ങ് അടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കാൻ നേരത്തെ ഇവർ വെള്ളം ഇങ്ങനെ തുള്ളിച്ചടിക്കും. അങ്ങനെ ഇതേ മീനെ ഇറക്കി വിടുന്ന ലൈവ് കാഴ്ചകൾ കണ്ടോ കേട്ടോ. പൊട്ടിച്ചു ഗൈസ് ഫിനിഷ്. എത്ര പേരുണ്ടാ? കുറച്ച് മീനോ കുറവാ. ഈ അക്വേറിയത്തെ സംബന്ധിച്ച് വലിയ പള്ളിയിൽ ഈച്ച പോയ പോലെ കേട്ടോ, അല്ലേടാ? നമുക്ക് ഇച്ചിരി കുഞ്ഞുമീനെ മാത്രം മേടിച്ചു വിടണം. അതിൻ്റെ അത് മീനുണ്ടോ സംശയമുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ പണിയുണ്ട് ഗൈസ്. കുറേയും കൂടെ വെള്ളം പൊങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ പൊങ്ങിയിട്ട് വേണം. സന്തോഷം ഇത്ര നേരം ഒരു കൂട്ടിക്കിടന്ന് കിടക്കുമല്ലായിരുന്നോ, സ്ഥലമില്ലായിരുന്നല്ലോ. ഇപ്പോൾ അവർക്ക് നല്ല സ്ഥലമില്ലേ, സന്തോഷമായിട്ട് ഇരിക്കുക. അങ്ങനത്തെ ഒരു സാധനമുണ്ട് മീൻ പിടിക്കുന്നത്. അപ്പോൾ അവിടെ 2-3 മീൻ കിടപ്പുണ്ട്. ഒരെണ്ണേ ഉള്ളൂ. അത് ഒറ്റയായി നിൽക്കണ്ട, അതിനെങ്ങ് കൊണ്ടുവരെ. അതിന് ഇവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയിടാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നുണ്ടോ, എൻ്റെ അടുത്ത് എന്തോരം മീനുണ്ടായിരുന്നു അറിയാമോ? എല്ലാ മീനുകളും കുറഞ്ഞു പോയതാട്ടോ. ഇതിപ്പം വലിയ ഈച്ച പോയ പോലെ ഈ മൂലയെ മാത്രമേ ഉള്ളൂ. നോക്കിയേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പും കൂടെ വെച്ച് കഴിയുമ്പോൾ ഇത് വമ്പ ലുക്കായിരിക്കും. ഒരു സന്തോഷം. ഇവിടെ ഇങ്ങനെ വെറുതെ മൂലയ്ക്ക് കിടന്ന കേട്ടോ. കിട്ടിയടാ? ഒരെണ്ണേ ഉള്ളൂ. അവന് വലിയ സ്ഥലം കൊടുക്കും. ഓട് കൊടുക്ക്. കൊടുത്തോ? യെസ്. ആ ഒരു മീനും ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഇച്ചിരി തീറ്റയും കൂടെ കൊടുക്കാം. ഇവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഇവർക്ക് ഇച്ചിരി തീറ്റയും കൂടെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് വിഷമം വരും. നമ്മൾ പുതിയ യജമാനാണല്ലോ ഇവർ, അല്ലാടാ ലിബിനെ? അതെ എബിനെ, ഇങ്ങനത്തെ സാധനത്തിന് പട്ടി, പൂച്ച, കിളിയ്, മീൻ, ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വേണം. ക്രേസ് ഉള്ളവർ. അതെ, അങ്ങനെ ഉണ്ടായാലും ഇതൊക്കെ വളർത്താൻ പറ്റുള്ളൂ. അല്ലെ വളർത്തരുത്. അല്ലെ വളർത്താതിരിക്കുന്നത്. നമുക്ക് ക്രേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ക്രേസ് ഉണ്ടാവണമെന്നില്ല. അതെ, ഒരാൾ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മുടെ വീട്ടിൽ അപ്പനാണ് ഏറ്റവും ക്രേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ. യെസ്, ഫൈനലി സാധനമായി. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ആ മുടിയും കൂടി അങ്ങ് വെച്ചേ. മുടിയല്ല, ടോപ്പ്. ഫൈനലി നമ്മൾ കണ്ടോ, ഇത് ഈ കാണുന്ന സംഭവം നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കും. സൗന്ദര്യം കേട്ടോ, അല്ലേ? സൗന്ദര്യം വീടായി. ഗൈസ്, ഇപ്പം മീനൊരു വീടായി. അപ്പം
ഈ സാധനം ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ച് ഇത് കണ്ടോ ഇതേ ഇത്രേ ഉള്ളൂ പരിപാടി, കഴിഞ്ഞു. ഇതിങ്ങനെ എൻ്റെ ഒരു സൗണ്ട് ഇവിടെയും കേട്ടു. ഇല്ല തീറ്റ ഇട്ട് കൊടുക്കാം. മീൻ്റെ ഇതിങ്ങനെയായി. ലുക്കായില്ലടാ? ലുക്കായി. മൈക്കിൾ എന്നിട്ട് നശിപ്പിക്കാതിരുന്നാൽ മതി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ എന്ത് രസമെന്നറിയാം കാണാൻ വേണ്ടി. മൈക്കിളും കൂടി തോന്നിയായിരുന്നു എന്ത് നല്ലതായിരുന്നു. അതിനടാ ഇത് കാണാൻ രസമായിരുന്നു നശിപ്പിക്കാതെ. ഗൈസ് എന്തായാലും സാധനം ഫിറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ജയ് ഈവിൾ ജെറ്റ്. യാ.